കാരണം അന്നേരം നമ്മൾ പോരുമ്പോൾ നദി ഇത്രയും കലുഷിതമല്ല. അതാ പറഞ്ഞ വള്ളംകളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു സംഭവമാണ്. അതാണ് വള്ളംകളിയുടെ സ്പിരിറ്റ്. നമ്മുടെ സിരകളിലാണ് വള്ളംകളി ഒഴുകുന്നത്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റി വെച്ചിരിക്കുകയാണ്. ക്യാമ്പുകളെല്ലാം പിരിച്ചു വിട്ടു. ഡേറ്റിൻ്റെ കാര്യത്തിൽ അനിശ്ചിതമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്യാമ്പുകളൊക്കെ പിരിച്ചുവിട്ടു, പ്രാക്ടീസൊക്കെ നിർത്തലാക്കി, കായിക താരങ്ങളൊക്കെ അവരേത് മേഖലയിലാണ് വ്യാപൃതരായിരിക്കും അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ വീഡിയോ കൂടെ കാണിക്കാൻ പറ്റുന്നത് ക്യാമ്പ് പിരിച്ചുവിട്ട പശ്ചാത്തലത്തിൽ നമ്മുടെ ക്ലബ്ബ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വള്ളം നമുക്കറിയാം, ആയാപറമ്പ് വലിയ ദിവാഞ്ചിയാണ്. ഈ വലിയ ദിവാഞ്ചി തിരിച്ച് നമ്മൾ എത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട്. തിരിച്ചെത്തിച്ചാൽ മാത്രം പോരാ, അവിടെ എങ്ങനെയാണോ ഇരുന്ന കരയ്ക്ക് കയറ്റി ആ വള്ളപ്പരയ്ക്കകത്ത് വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇവിടുന്ന് ഒരു 10-20 പേരടങ്ങുന്ന ടീം അങ്ങോട്ട് പുറപ്പെടുവാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ 25, 26, 27, 30 താഴെ ആൾക്കാർ മാത്രം പിടിച്ച് ആ വള്ളം കരയ്ക്ക് കയറ്റുന്നുണ്ട്. സത്യത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ചെറിയ സംഖ്യ ആൾക്കാരെ കൊണ്ട് ഈ വള്ളം പിടിച്ച് കരയ്ക്ക് കയറ്റാൻ പറ്റുമെന്ന്. എന്തായാലും ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. വള്ളം കയറ്റുന്നത് മാത്രമല്ല, കുട്ടനാട്ടിലെ അടിപൊളി കാഴ്ചകളും ഉണ്ട്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, നമ്മൾ തിരിച്ച് വള്ളം കൊടുക്കാൻ പോകണം. വലിയ ദിവാഞ്ചിയെ തിരിച്ച് അവിടെ തന്നെ എത്തിക്കണം. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണല്ല, വള്ളം ബോട്ടിൻ്റെ പുറകിൽ കയറിട്ട് കെട്ടി വലിച്ച് കുറച്ച് ഡിസ്റ്റൻസിൽ കെട്ടി വലിച്ചിട്ടുണ്ട് നമ്മൾ പോകും. നമ്മൾ കുറച്ച് ആൾക്കാരും ഉണ്ട്. നമ്മുടെ സിനിമാടൻ പ്രമോദ് ചേട്ടനും നന്ദു ചേട്ടനോടാണ് അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ വള്ളം കാണാൻ വന്നതാണ്. ഇതിൻ്റെ കാര്യം എന്താണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമുക്ക് ജി ചേട്ടനോട് ചോദിക്കും. ചേട്ടാ, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വള്ളം ബോട്ടിൻ്റെ സൈഡിലാണ് കിട്ടിയത്. ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പുറകെ കെട്ടിക്കൊണ്ട് പോകുന്നത്? കാരണം അന്നേരം നമ്മൾ പോരുമ്പോൾ നദി ഇത്രയും കലുഷിതമല്ല. കാരണം ഇപ്പോൾ ഒഴുക്ക് കൂടുതലാണ്, മഴയുണ്ട്. അതുകൊണ്ട് മഴയുണ്ട്, ആറ്റിൽ വെള്ളം പെരുക്കമാണ്, അതുകൊണ്ട് ഒഴുക്കും കൂടുതലാണ്. അപ്പോൾ ഒഴുക്ക് കൂടുതലാകുമ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളം പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വള്ളത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സൈഡിൽ കെട്ടിയ പക്ഷെ ബാക്കിലാവുമ്പോൾ ബാക്കിൽ നിൽക്കുന്ന ആൾ അതിനെ കൺട്രോൾ ചെയ്താൽ വള്ളം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പൊക്കോളും. അതാണ് അതിന്റെ സേഫ്റ്റിയാണ് പ്രധാനം. നമ്മൾ പോവല്ലേ, വള്ളം കൊണ്ട് കൊടുക്കണ്ടേ? വള്ളം തിരിച്ചുകൊണ്ട് കൊടുക്കണം മിനീഷേ. ചടങ്ങല്ലേ ഇത് നമ്മള് ഈ പെരുന്നാളിനൊക്കെ കൊടിയേറുമ്പോഴ്, അല്ലെ ഉത്സവത്തിന് കൊടിയേറുമ്പോൾ ഉള്ള ആളുകൾ കൊടി ഇറക്കുമ്പോഴും ഉണ്ടായിരിക്കണം. അതെ, അതുകൊണ്ടാണ് നമ്മൾ വള്ളം കൊണ്ടുവരാനും ഉണ്ടായിരിക്കണം, കൊടുക്കാനും ഉണ്ടായിരിക്കണം. എങ്കിലേ തുടർന്ന് ഇത് നടക്കത്തുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ബോട്ടിന്റെ പുറകിലായിട്ട് നമ്മുടെ CBCയുടെ കൊടി പറക്കുന്നുണ്ട്. അതിന്റെ പുറകിൽ നീളത്തിൽ നിങ്ങൾക്ക് കാണാൻ കയറ് കെട്ടി നമ്മുടെ ദിവാനെ വലിച്ചുകൊണ്ട് പോവാണ്. നമ്മുടെ ഇത്രയും നാളും പ്രാക്ടീസ് നടന്ന കടങ്ങറ പള്ളി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ കാര്യം ഒരു കമന്റ് ദാസേട്ടൻ പറയുന്നുണ്ട്, എന്താണെന്ന് കേൾക്കാം. ഉടനെ തിരിച്ചു വരും. കളി പ്രഖ്യാപിക്കണം. കളി എന്നാണ് പ്രഖ്യാപിക്കുന്നത്? അതിന് 12 ദിവസം മുമ്പേ നമ്മൾ തിരിച്ചെത്തും വീണ്ടും. ഓക്കെ, പവറാണോ? അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ റിസ്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് ഡിസ്റ്റൻസിലാണ്, ഒരു 10-25 മീറ്റർ ഡിസ്റ്റൻസിലാണ് കയറ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ വള്ളം നിയന്ത്രിക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വേണം. നമ്മുടെ പങ്കായക്കാരും മെയിൻ കുറേ തുഴച്ചിലുകാരും എല്ലാം ഉണ്ട്. നമ്മുടെ CBCയുടെ കൊടി ഇങ്ങനെ പാറി പറന്ന് നമ്മൾ മണിമലയാറിൻ്റെ നടുക്കൂടി ഇങ്ങനെ യാത്ര തിരിക്കുവാണ്. കുറേ വിജനമായ പ്രദേശങ്ങളാണ്. ആദ്യം തുടക്കത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സീനറീസൊക്കെ നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസങ്ങളിലേക്കാളൊക്കെ വെള്ളം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. കിഴക്ക് ഭാഗത്ത് മഴ പെയ്യുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഈ സൈഡിൽ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. ഇത് കണ്ടു നോക്കിയേ, ഇത് മീൻ വളർത്തുന്ന ഒരു സംവിധാനമാണ്. മീനിൻ്റെ നാച്ചുറലായിട്ടുള്ള ആവാസ വ്യവസ്ഥയ്ക്കകത്ത് തന്നെ ഒരു കൂട് കെട്ടി മീനെ വളർത്തിയെടുക്കുന്നതാണ്. ഒരു പള്ളി നമുക്ക് കാണാം. ഇത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതിനാണ് നോക്കിയാൽ, ഇതും മീൻ വളർത്തുന്ന സ്ഥലമാണ്. ചില വീടുകൾ അവരുടെ മുന്നിൽ മീൻ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റമാണ്. ഒരു ഹൗസ് ബോട്ട് കിടപ്പുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു സംഭവം കാണാം. ഇതൊരു യാർഡാണ്, ഹൗസ് ബോട്ടുകൾ പണിയുന്ന യാർഡ്. ഇതിനകത്തുനിന്ന് വെള്ളം പമ്പ് ചെയ്ത് പുറത്തോട്ട് കളഞ്ഞിട്ട് അകത്തോട്ടും കയറ്റാൻ പറ്റും. അതുകൊണ്ട് ഹൗസ് ബോട്ട് പണിയാനോ അതിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാനോ ഒക്കെ ഉള്ളൊരു സിസ്റ്റമാണത്. അപ്പോൾ അങ്ങനെ വീണ്ടും കുറച്ച് കാഴ്ചകൾ. ഇത് ചെളി കുത്തിയെടുക്കുന്ന മെഷീനാണ്. അതായത് മണലല്ല, ഇവിടെ ചെളിയാണ്. ഞങ്ങൾ ചെളി എന്നാണ് പറയുന്നത്. എക്കലൊക്കെ വന്ന് അടിയുന്ന ആണ് ഈ ആറ്റിൽ. ഇത് കുത്തിയെടുക്കുന്ന ഒരു യന്ത്രമാണത്. അപ്പോൾ ഇങ്ങനെ കുറേ കാഴ്ചകളുണ്ട്. ഓരോ വീടിൻ്റെ മുമ്പിൽ നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന കണക്ക് കാറ് കിടക്കുന്ന കണക്ക് വള്ളങ്ങളാണ് കിടക്കുന്നത്. നമ്മൾ റോഡ് സൈഡിലുള്ള വീടുകളിൽ നമുക്ക് കാറായിരിക്കും കാണാൻ പറ്റുന്നത്. ഒരു അച്ചായം തേണ്ട വള്ളത്തിലും കൂടിയോ ജോലിക്കോ മറ്റോ പോവാണ്. ഇത് കണ്ടില്ലേ, ഒരു മീൻ കുളമാണ്. വളരെ വിശാലമായിട്ടുള്ള ഏക്കർ കണക്കിന് സ്ഥലത്ത് മീൻ വളർത്തുന്ന ഒരു പ്രദേശമാണിത്. ഇതാരോ ബിസിനസ്സായിട്ട് ചെയ്യുന്നതാണ് മീൻ വളർത്തൽ. വളരെ നീളത്തിലുണ്ട്. ഇത് രാമങ്കരി NSS സ്കൂളാണ്.
നിങ്ങൾക്ക് ഈ ആറിൻ്റെ സൈഡിൽ പ്രധാനമായിട്ടും പള്ളികളും സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ കാണാൻ പറ്റും. കാരണം എന്താണെന്നറിയോ, കുട്ടനാട്ടിലെ പ്രധാനപ്പെട്ട ഗതാഗത സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ ജലമാർഗ്ഗമാണ്. ഗവൺമെൻറ് ബോട്ടുകളൊക്കെ ഇതിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഈ ആറിൻ്റെ സൈഡിലാണ് പണ്ടുണ്ടായിരുന്നത്. ഇപ്പം AC റോഡൊക്കെ വന്ന് റോഡൊക്കെ ഡെവലപ്പ് ആയപ്പോഴാണ് കൂടുതൽ സംഭവങ്ങൾ അങ്ങോട്ട് മാറിയത്. നമ്മുടെ ദിവാൻ ഇങ്ങനെ ഓളപ്പരപ്പിലൂടെ തുള്ളിക്കളിച്ച് നമ്മുടെ ബോട്ടിൻ്റെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രാമങ്കരിയും കഴിഞ്ഞ് പുളുങ്കുന്നിലോട്ട് യാത്രയായിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ റൂട്ടിൽ കൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇത്തവണ പോകുന്നതും വരുന്നത് ഈ സെയിം റൂട്ടിൽ കൂടെ തന്നെയാണ്. കാരണം ഇപ്പോൾ വെള്ളം ഇച്ചിരി കൂടുതലായതുകൊണ്ട് മറ്റേ റൂട്ടിൽ കൂടെയുള്ള പോക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും. അതുപോലെ മാത്രമല്ല ഇങ്ങനെ പുറകെ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് അപ്പുറ സൈഡിൽ കൂടെ പോയാൽ കൂടുതൽ പാലങ്ങളും മറ്റുമൊക്കെയാണ്. വീടുകളൊക്കെ കണ്ടോ, വെള്ളം അങ്ങ് പൊങ്ങി എത്താറായി, വീടുകളുടെ സമീപം വരെ എത്താറായി. അപ്പോൾ ഇത് സാധാരണമായിട്ട് ഇങ്ങനെ വെള്ളം വരുന്നതാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വെള്ളമൊന്നും കണ്ടാൽ പ്രശ്നമില്ല. ഇതൊരു കള്ള് ഷാപ്പാണ്, ചെറിയൊരു കള്ള് ഷാപ്പ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. ഒരു വീടിൻ്റെ മുന്നിൽ കാറിന് പകരം ബോട്ട്. ഇവിടെ ബോട്ട് ഒരു പ്രധാന യാത്രാമാർഗ്ഗമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് കാണുന്ന ഒരു പള്ളിയാണ്. വളരെ പുതിയതായിട്ട് പണിയെടുപ്പിച്ച പുന്നക്കുന്നത്തുള്ള ഒരു പള്ളിയാണ്. പുളുങ്കുന്നിന് സമീപത്തുള്ള ഒരു പള്ളിയാണ്. വളരെ രസകരമായിട്ട് നമുക്ക് ഈ വ്യൂ ഒക്കെ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. വെള്ളത്തിൻ്റെ ഒഴുക്ക് നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ പറ്റും. ശക്തമായിട്ട് വെള്ളം ഒഴുകുവാണ്. ഇവിടെ നിന്നെല്ലാം വരുന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിൽ നിന്നും ഒക്കെ വരുന്ന വെള്ളമാണ് ഈ ഒഴുകി പോകുന്നത്. കൂടുതൽ വെള്ളം വന്നു കഴിയുമ്പോഴാണ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ഇതൊരു മോട്ടർ തറയാണ്. വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞിട്ട് വേണം ഈ കാണുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാനായിട്ട്. ഇത് കൃഷി നടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരു കൃഷി കഴിഞ്ഞിട്ട് അത് വെള്ളം കയറ്റി ഇട്ടിരിക്കുവാണ്. ഇനി ഈ വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞിട്ട് വേണം കൃഷി ചെയ്യാനായിട്ട്. നല്ല രസമുണ്ട്. തെങ്ങുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. ലോങ് വ്യൂവിലാണെങ്കിലും ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഭയങ്കര ഗ്രീനറിയാണ്. ബാക്കി മുഴുവൻ വെള്ളവും. ഒരു പയ്യൻ തുഴച്ചിൽ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ട്. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ വള്ളത്തിലിരുന്നവർക്കൊക്കെ ഭയങ്കര ആവേശമായി. അവൻ അതിഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരു ഭാവി തുഴച്ചിൽ താരമാണ്. നമ്മുടെ പുളുങ്കുന്നിന് സമീപത്താണ്. നമ്മുടെ വള്ളത്തിൽ ഇരുന്നവരൊക്കെ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആവേശത്തിൽ അലറി കൂവി അവനെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കി. അത് കണ്ടപ്പോൾ അവന് വീണ്ടും ആവേശം കൂടി. അങ്ങനെ പിള്ളേരൊക്കെ, പുതിയ തലമുറയിലുള്ള ആൾക്കാർ ഈ തുഴച്ചിലേക്ക് വരുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. നോക്കുക, നമ്മുടെ നാട്ടിൻപുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് സുന്ദരമായിട്ട് കാണാൻ പറ്റും. ഇത് ഗവൺമെൻറ് സർവീസ് നടത്തുന്ന ബോട്ടുകൾ. ഇതൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്, പുളുങ്കുന്ന് ജംഗ്ഷനാണ്. ഇവിടെ ജങ്കാറാണ് അക്കരെ ഇക്കരെ സർവീസ് നടത്തുന്നത്. ഇത് വളരെ പ്രശസ്തമായ പുളുങ്കുന്ന് സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയാണ്. സിനിമകളിലൊക്കെ ഉണ്ട്. വിനയത്താണ്ടി വരുവായ സിനിമയിലൊക്കെ ഉള്ള സ്ഥലമാണ്. ഇനി നമ്മൾ പോകുന്നത് പുളുങ്കുന്ന് പള്ളി, അതുപോലെ തന്നെ പുളുങ്കുന്ന് ജലോത്സവം നടക്കുന്ന ഫിനിഷിംഗ് പോയിന്റിൻ്റെ പ്രദേശമാണ് ഇതൊക്കെ. അവിടുന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോയി പുളുങ്കുന്ന് സ്കൂളിന് സമീപത്തെത്തി. സ്കൂളും ഗവൺമെൻറ് ആശുപത്രിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ആ പാലത്തിൻ്റെ താഴെ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ തൊട്ടടുത്താണ്. ഇങ്ങനെ പാലങ്ങൾ വരുമ്പോൾ ബോട്ടിനെ ചെറിയ രീതിയിൽ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അത് പുറകിലുള്ളവർക്ക് സിഗ്നലൊക്കെ കൊടുക്കും. നമ്മുടെ ആൾക്കാർക്ക് തിരിച്ചു വരാനുള്ള ചെറിയൊരു വള്ളവും കൂടി ഇതിൻ്റെ കൂടെ, എൻജിൻ പിടിപ്പിച്ച ഒരു വള്ളം കൂടെ അതിൻ്റെ കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാഴ്ചകളും വള്ളങ്ങളും ബോട്ടുകളും ഇങ്ങനെ ഓളപ്പരപ്പിലൂടെ ഉള്ള രസകരമായിട്ടുള്ള കാഴ്ചകളും ഒക്കെ കണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മങ്കൊമ്പിലെത്തി. ഇത് മങ്കൊമ്പ് പാലമാണ്. കുട്ടനാടിൻ്റെ സിവിൽ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലമാണ് ഈ മങ്കൊമ്പ് എന്ന് പറയുന്നത്. ഈ മങ്കൊമ്പുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കും ഒത്തിരി ഓർമ്മകളുണ്ട്. ഞാൻ എൻ്റെ ട്രയാത്തലോണിൻ്റെ സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്തത് ഈ പാലത്തിൻ്റെ താഴെ നിന്നാണ്. 4 കിലോമീറ്റർ സ്വിമ്മിങ്. ഇവിടുന്ന് നെടുമുടി പാലം വരെയാണ് 4 കിലോമീറ്റർ ദൂരം ആറ്റിക്കൂടെ നീന്തിപ്പോയാൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാലമാണ്. കുട്ടനാട്ടിലെ പ്രധാനപ്പെട്ട 2-3 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. അപ്പോൾ ഈ പാലം വളരെ ഒത്തിരി വർഷങ്ങളൊന്നും ആയില്ല ഈ പാലം വന്നിട്ട്. ഈ പാലം ഇനിയും കാവാലത്തൊരു പാലവും കൂടെ വന്നാൽ ആലപ്പുഴയിൽ നിന്ന് നേരെ കോട്ടയത്തേക്ക് പോകാനുള്ളൊരു റൂട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പാലമാണിത്. അങ്ങനെ നമ്മുടെ ദിവാൻ നമ്മുടെ ബോട്ടിൻ്റെ പുറകെ ഇങ്ങനെ ആടി ഒലഞ്ഞ് തുള്ളിക്കളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്തൊക്കെ ബോട്ടിൻ്റെ സ്പീഡ് കുറയ്ക്കുന്ന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺട്രോളൊക്കെ പോകുന്നതൊക്കെ നമുക്ക് തോന്നും. പക്ഷേ വേറൊരു ആയാപറമ്പ് പാണ്ടി എന്ന് പറയുന്ന ചുണ്ടനാണ് നമ്മൾ ഈ കാണുന്നത്. അത് ഏതോ ബോട്ട് ക്ലബ്ബുകാർ കളിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അവരുടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അത് ഇവിടെ ഇട്ടിരിക്കുവാണ്. അപ്പോൾ ഈ ചുണ്ടനും തിരിച്ചു കൊണ്ട് കൊടുക്കാനായിട്ടുള്ള പ്ലാനിലായിരിക്കും. ഏതായാലും ക്യാമ്പെല്ലാം ഡിസ്പേഴ്സ് ആയതുകൊണ്ട് അങ്ങനെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ചുണ്ടനും ചുണ്ടൻ വെള്ളം കയറ്റി വെക്കുന്ന പെരകളും ഒക്കെ കാണാൻ പറ്റും. ഇതേ സമയം നമ്മുടെ ബോട്ടിൻ്റെ അകത്ത് എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ദാസേട്ടനും ജീച്ചേട്ടനോട് അകത്ത് ശാസ്ത്രീയ സംഗീതത്തിൽ ഒരു പിടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധീഷ് ചേട്ടൻ നമ്മുടെ പ്രേക്ഷകനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളും പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പുതിയ പുതിയ കാഴ്ചകൾ നമ്മുടെ കൺമുന്നിലേക്ക് വരുന്നു. ധാരാളം പള്ളികൾ, അതുപോലെ തന്നെ ഹൗസ് ബോട്ടുകൾ. ഇത് ഗവൺമെൻറ് സർവീസ് നടത്തുന്ന ബോട്ടാണ്. ഈ ബോട്ടിലാണ് നമ്മൾ KSRTC പോലെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്, SWTD എന്ന് പറയും. ഇതിനകത്ത് നമുക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ പറ്റും.
ഈ ബോട്ടുകളിലാണ് കുട്ടനാട്ടിലുള്ള ഭൂരിഭാഗം ആൾക്കാരും കുറച്ച് വർഷങ്ങൾ വരെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ബോട്ടിൽ കയറിയാണ് 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെയൊക്കെ ബോട്ടിൽ കയറിയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി, നമ്മൾ നെടുമുടി എത്തിയിരിക്കുവാണ്. നെടുമുടി പാലത്തിൻ്റെ താഴെ ചെന്നപ്പം നമ്മുടെ വള്ളം അവിടെ അടുപ്പിച്ചു. നമ്മുടെ ലീഡിംഗ് ക്യാപ്റ്റനും ഒക്കെ റോഡ് ത്രൂ ആണ് വന്നുകൊണ്ടിരുന്നത്. അവരുമൊക്കെ ഇനിയും ബോട്ടിലോട്ട് കയറും. എന്നിട്ട് എല്ലാവരും കൂടാണ് ഇനി യാത്രയാകുന്നത്. കാരണം അവിടെ ചെന്ന് ഈ വള്ളം കരയ്ക്കോട്ട് പിടിച്ച് കയറ്റണമെങ്കിൽ കുറച്ച് ആൾക്കാരെ വേണം. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്രയായിരിക്കുവാണ്. ഈ വള്ളം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന കാണാൻ ഭയങ്കര രസമാണ്. വള്ളം ഇങ്ങനെ രസകരമായിട്ട് ഇങ്ങനെ നീങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു നിമിഷം പോലും റെസ്റ്റ് ഇല്ല. ആ പുറകിലിരിക്കുന്ന ആൾക്കാരാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബോട്ടുകളൊക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇതൊരു ഹോമിയോ ഡിസ്പെൻസറിയാണ്, സഞ്ചരിക്കുന്ന ഹോസ്പിറ്റലാണ്, ഹോമിയോ ഡിസ്പെൻസറിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ പുതിയ കാഴ്ചയായിരിക്കും. അങ്ങനെ വീണ്ടും ഹൗസ് ബോട്ടുകളും അതിൻ്റെതായിട്ടുള്ള കാഴ്ചകളും പുതിയ പുതിയ കാഴ്ചകളൊക്കെ നിങ്ങളുടെ കൺമുന്നിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇത് കെട്ടുവള്ളങ്ങൾ എന്നാണ് പറയുന്നത്. ചെറിയ ലോഡൊക്കെ കയറ്റിക്കൊണ്ട് ചരക്കുകളൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന വള്ളമാണ്. ഇതൊരു ബോട്ട് ജെട്ടിയാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കാഴ്ചയാണ്. എത്ര സമയം കണ്ടാലും തീരാത്ത കാഴ്ചകളാണ്. ഇത് അടിപൊളി ഒരു വീടാണ്. ഈ വാട്ടർ ഫ്രണ്ടേജിൽ പണിതിരിക്കുന്ന പുതിയൊരു വീടാണ്. കണ്ടവർ റിസോർട്ടാണെന്നാണ് എനിക്ക് തോന്നിയത് ആദ്യം. പക്ഷേ ഞാൻ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇതൊരു വീടാണെന്ന് പറഞ്ഞു. ഇതൊരു റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഗസ്റ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനും കാഴ്ചകളൊക്കെ കാണാനും വേണ്ടി ധാരാളം ഹൗസ് ബോട്ടുകളുള്ള ഒരു സ്ഥലമാണ്. ഇതിലെ ഹൗസ് ബോട്ടുകളുടെ സർവീസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ കാണാൻ പറ്റും. ഇതൊക്കെ വളരെ ലക്ഷറി ആയിട്ടുള്ള ഹൗസ് ബോട്ടുകളാണ്. ഇതിനകത്തൊക്കെ നമുക്ക് താമസിക്കാം. നല്ല രസകരമായിട്ടൊരു ഡേ ആൻഡ് നൈറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യാം. ഓരോ സൗകര്യം അനുസരിച്ചിട്ട് ബോട്ടുകളുടെ റേറ്റിന് ഡിഫറൻ്റ് ആയിട്ടുള്ള റേറ്റുകളാണ്. കുട്ടനാട്ടിൽ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. കുട്ടനാട്ടുകാർക്കൊക്കെ ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊരു വള്ളപ്പുരയാണ്, ചുണ്ടൻ വെള്ളം കയറ്റി വെക്കുന്ന പുരയാണ്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ കണക്ക് ഗസ്റ്റുമായിട്ടൊരു ഹൗസ് ബോട്ട് ഇങ്ങനെ മുന്നോട്ട് ഈ കുട്ടനാടൻ കാഴ്ചകളൊക്കെ കണ്ട് കുട്ടനാടൻ്റെ ബാക്ക് ക്വാർട്ടേഴ്സിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ആരെങ്കിലും ഹൗസ് ബോട്ട് യാത്ര ചെയ്തിട്ടുണ്ടോ? യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ പല പ്രാവശ്യം ഹൗസ് ബോട്ട് കയറിയിട്ടുണ്ട്. നമുക്കിതൊരു പുതുമയുള്ള കാഴ്ചയല്ല. ഇങ്ങനെയുള്ള പല പല കാഴ്ചകളും പിന്നിട്ട് നമ്മൾ പിന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എത്ര സ്വസ്ഥമായിട്ട് ബോട്ടിനകത്തിരുന്നാലും പുറത്തിറങ്ങി നമ്മുടെ ദിവാനെ ഒന്ന് നോക്കും. വീണ്ടും ഒരു ചുണ്ടൻവള്ളം നമുക്ക് കാണാൻ പറ്റും. ഇത് ഏത് ചുണ്ടനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇത് നമ്മുടെ ചമ്പക്കുളത്താണ് ഇത് കിടക്കുന്നത്. നമ്മുടെ ചമ്പക്കുളം പള്ളിയുടെ മുൻപിലാണ് കിടക്കുന്നത്. ചമ്പക്കുളം പള്ളിയും പിന്നിട്ട് ചമ്പക്കുളം പാലവും കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വളരെ കുറച്ചല്ല, ഒരു മണിക്കൂറോളം യാത്രയും കൂടെ ഉള്ളൂ. അതിനുള്ളിൽ നമ്മൾ നമ്മുടെ വള്ളത്തിൻ്റെ സ്ഥലത്തെത്തും. ഇത് നോക്കിയാൽ നിങ്ങൾ, ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് KSRTC പോലെയുള്ള ബോട്ടാണ് കണ്ടത്. വാട്ടർ സർവീസ് നടത്തുന്നത് അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടുകളാണ് കണ്ടത്. ചില സമയങ്ങളിൽ നമ്മുടെ ബോട്ട് സ്ലോ ചെയ്യും. വഴിയിൽ ഫ്രണ്ടിലോട്ട് ഉള്ള കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഒരു വളവാണ്. വളവ് തിരിയാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷനായിട്ടാണ് നമ്മുടെ ബോട്ട് സ്ലോ ചെയ്തത്. ആ വളവ് കഴിഞ്ഞാൽ ഉടനെ അതിനൊരു പാലവും വരുന്നുണ്ട്. അതിനടിയിൽ കൂടെ കൃത്യമായിട്ട് നമുക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി സ്പീഡ് നിയന്ത്രണം വേണം. അങ്ങനെ അതിനടിയിൽ കൂടെ വളരെ കൃത്യമായിട്ട് അതിന് നടുക്കൂടെ തന്നെ കൃത്യം കടന്നു വന്നു സ്ലോ ചെയ്തിരിക്കുകയാണ് ബോട്ട്. അങ്ങനെ ഓരോ കടമ്പകളും പിന്നിട്ട് നമ്മുടെ ദിവാനുമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് വള്ളംകളിയുടെ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ വീണ്ടും ദിവാനെ തിരിച്ചു കൊണ്ടുവരുന്ന ചടങ്ങുണ്ട്. തിരിച്ച് ഇതുപോലെ തന്നെ എടുത്തുകൊണ്ട് വരണം. അങ്ങനെ വീണ്ടും ഓളപ്പരപ്പ്, വെള്ളം എത്രമാത്രം കൂടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ മുൻപ് ചെയ്ത വീഡിയോയിൽ നിന്ന് ഇത് കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും. ബോട്ട് ജെട്ടികളും കാഴ്ചകളും ഒക്കെയാണ്. ഓരോ പ്രദേശങ്ങളിലും ഓരോ കാഴ്ചകളാണ്. കുട്ടനാടിൻ്റെ ഉൾപ്രദേശങ്ങളാണ് ഇതെല്ലാം. കുട്ടനാട്ടിൽ ധാരാളം കാഴ്ചകളുണ്ട് കാണാനായിട്ട്. നമുക്ക് ഓരോന്നും ഒരു ഓട്ടോ ഇങ്ങനെ ഈ ആറിൻ്റെ തോടിൻ്റെ സൈഡിൽ കൂടെ തന്നെയുള്ള റോഡിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോ ആണിത്. അങ്ങനെ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കൃഷി നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. കൃഷി ഇല്ലെങ്കിൽ ഇതിനുള്ളിലും വെള്ളമായിരിക്കും. ഈ വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞിട്ടാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും താഴെ 2 മീറ്റർ വരെ താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കുട്ടനാട്. അപ്പം അത്ര താഴ്ചയിലാണ് കുട്ടനാടെന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പോൾ അവിടെ എപ്പോൾ നോക്കിയാലും വെള്ളമായിരിക്കും. ഇതൊക്കെ സമുദ്രനിരപ്പിന് താഴെയാണ്. ഈ പ്രദേശങ്ങളെല്ലാം ആൾക്കാർ താമസിക്കുന്നതൊക്കെ സമുദ്രനിരപ്പിന് താഴെയാണ്. കുട്ടനാടെന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ സമുദ്രനിരപ്പിന് താഴെ മനുഷ്യർ താമസിക്കുന്ന ഏക പ്രദേശമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വെള്ളപ്പൊക്കവും ഭീഷണികളും ഒക്കെ പല പ്രാവശ്യമായിട്ടുണ്ടാകുന്നത്. കുട്ടനാടിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ കുട്ടനാട് വെള്ളത്തിനടിയിൽ നിന്ന് പൊങ്ങി വന്ന പ്രദേശമാണെന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. അടുത്ത പാലം വന്നെത്തിയിരിക്കുന്നു. നമ്മുടെ തകഴി പാലമാണിത്. നോക്കിയേ, ധാരാളം താറാവുകളൊക്കെ അവിടെ ഉണ്ട്. ആരോ വളർത്തുന്ന താറാവുകളാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്ന താറാവുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു കൂട്ടം താറാവുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പാലം വരുമ്പോൾ നമ്മൾ ഇറങ്ങി നോക്കും. നമ്മുടെ വള്ളം കറക്റ്റായിട്ട് ആ പാലത്തിൻ്റെ താഴെ കൂടെ കയറി പോരുമെന്ന്. താറാവുകളൊക്കെ റെസ്റ്റ് എടുക്കുവാണ് അതിൻ്റെ വെള്ളത്തിൽ കൂടെയുള്ള നീന്തലൊക്കെ കഴിഞ്ഞിട്ട്. ഈ താറാവ് ഇത്രയൊന്നും അല്ല, ഇനി നമുക്ക് കാണാൻ പറ്റും. അപ്പുറയും കാണും താറാവ്. ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഇടവിട്ട് നടക്കുന്നതുകൊണ്ട്
കുറേ ഒരു കൂട്ടം താറാവ് കാണും. അപ്പോൾ എന്തായാലും നമ്മളീ പോകുന്നത് നാഷണൽ വാട്ടർ വേ ആണ്. നമ്മുടെ നാഷണൽ ഹൈവേ പോലെ നാഷണൽ വാട്ടർ വേ ആണ്. കണ്ട താറാങ്കൂട്ടങ്ങളെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതൊക്കെ ഒഴുകി വരുന്ന പായലിനുള്ളിലൊക്കെയുള്ള തീറ്റകൾ ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കുവാണ്. അങ്ങനെ തകഴിയും പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ഇനിയും ഏതാനും സമയത്തെ യാത്രയ്ക്കുള്ളിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരും. ചെറിയ ചെറിയ ധാരാളം ബോട്ടുകൾ ഇങ്ങനെ ഈ സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ബോട്ടിനുള്ളിൽ നടക്കുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പങ്കായക്കാരും നമ്മുടെ കോച്ച് SI സന്തോഷ് സാറും സുധീഷ് ചേട്ടനും കൂടെ ഉള്ള പാട്ടും മേളമാണ് ഇപ്പം നടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഈ പാട്ടെന്ന് പറഞ്ഞാൽ വള്ളംകളിയുടെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പാട്ടുകളുണ്ട്. വർഷങ്ങളുടെ ചരിത്രമുള്ള. ഇപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 70 വർഷത്തെ ചരിത്രമുണ്ട് നെഹ്റു ട്രോഫിക്ക്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പാട്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പം. അങ്ങനെ നമ്മുടെ കൊടി പാറി പറക്കുന്നത് നമുക്ക് കാണാം. വീണ്ടും വിജനമായ പ്രദേശങ്ങളിലൂടെ നമ്മുടെ ബോട്ട് യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അധിക സമയമൊന്നുമില്ല നമ്മൾ എത്തിച്ചേരാനായിട്ട്. ഈ പ്രദേശത്തൂടെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും. ഇത് നല്ല വീതിയുള്ളൊരു സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി തീരെ വീതി കുറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രദേശത്ത് കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്ന കണക്ക് ഈ അകത്തുള്ള വെള്ളത്തെ പുറത്തേക്ക് പമ്പ് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇതിനുള്ളിൽ കൃഷി ചെയ്യാനായിട്ട്. ഇങ്ങനെ എഞ്ചിൻ ഘടിപ്പിച്ച ചെറിയ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ പോകുന്നതാണ്. ഇതെല്ലാം ഇവിടുത്തെ ആൾക്കാർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ഈ വള്ളങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദിവാനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളിങ്ങനെ നോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓളം ഒഴുക്കൊക്കെ വരുമ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടിപ്പോകുന്നതായിട്ട് നമുക്ക് തോന്നും. വളരെ വലിയ ഒരു വളവ് വരുവാണ്. ഈ വളവ് നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡ് വളരെ കുറയ്ക്കും. എന്നാലും നമുക്ക് വള്ളത്തെ കൃത്യമായിട്ട് വീതി കുറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് കള്ളം കയറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡ് വളരെ കുറച്ച് നിയന്ത്രിച്ചിട്ട് വേണം. നമ്മുടെ ഒരു ഡ്രൈവറുടെ കൂടെ ഒരു സഹായം കൂടെ ഉണ്ട്. അവർ രണ്ടും കൂടെ ആണ് ഇതിനെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇത്രയും വീതിയുള്ള സ്ഥലത്തൂടെ വന്നിട്ട് നമ്മൾ വീതി കുറഞ്ഞ ഒരു തോട്ടിലേക്ക് കയറുവാണ്. നിങ്ങൾ നോക്കി ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. മതിൽ കെട്ടിയിരിക്കുന്നതാണ് കാണും. ഇവിടെ വെള്ളത്തെ തടഞ്ഞു നിർത്താനായിട്ടുള്ള ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കുട്ടനാട് പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കുട്ടനാട് പാക്കേജ് ഭാഗമാണ്. കോൺക്രീറ്റ് ചെയ്ത ബണ്ടുകൾ അത് നല്ല രസമുണ്ട്. നല്ല ഫിനിഷിങ്ങിലാണ് ഇരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഡാമൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്നതാണ് കാണും. ഇവിടെ ഇങ്ങനെ ഈ മതിൽ പോലെ കെട്ടി നിർത്തിയിട്ടാണ് കൃഷി ഉള്ള സമയങ്ങളിൽ വെള്ളം കയറാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ അവിടെ കൃഷിയില്ല. അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പുതിയ കാഴ്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്ന കണ്ടില്ലേ, ഇതൊരു താറാവിനെ വളർത്തുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ചെറിയ താറാവിനെയൊക്കെ അവിടുത്തെ ആൾക്കാർ അവിടെ തിരിഞ്ഞു മാറ്റുകയൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താറാവിനെ വളർത്തുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ നദിയിലേക്ക് ഇങ്ങനെ കണ്ടൽ വനം പോലെ ഇങ്ങനെ ഇറങ്ങി വളർന്നു കിടക്കുന്നതൊക്കെ ഓരോ മരങ്ങളാണ്, പരുത്തിയൊക്കെയാണ്. അതിനുള്ളിലൊക്കെ ഇഷ്ടംപോലെ മത്സ്യങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ വന്ന് നിൽക്കുന്ന ഈ പരുത്തിയുടെ താഴെയാണ്. നല്ല തണലും നല്ല ഓക്സിജനും ഒക്കെ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഈ മീൻ വളരെ സേഫായിട്ട് തണലത്ത് വന്ന് നിൽക്കാൻ പറ്റും. ബോട്ടിനുള്ളിൽ നല്ല പാട്ടും മേളമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബോട്ടിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടന് ഹെൽപ്പറോടെ വളരെ കെയർഫുൾ ആയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലത്തെ പോർഷനിൽ ഇരുന്ന് ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് പോർഷനിൽ വീണ്ടും പാട്ടും മേളവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചക്രത്തിലുണരും സ്വരൂപം ദൈവതം സരിഗമ പദനിജ ധനിജ പദനിജ ഗമധനിജ ഗമപദനി നിഷാദങ്ങളാൽ പൗരുഷമേവും ശിവവാഹനമേ നന്ദി ഹൃദയാരണ്യമേകും ക്ഷീരവമാം സുരസഞ്ജയമേ നന്ദി. ദാസേട്ടൻ ഒരു അടിപൊളി കലാകാരനാണ്. പുള്ളി ഒരു മ്യൂസിക് അധ്യാപകനും ചിത്രകാരനും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കലാവിരുതുകളൊക്കെ നമുക്ക് പല പരിപാടികളിലും കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ വള്ളം വലിച്ചുകൊണ്ടുള്ള ബോട്ട് യാത്ര വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പുതിയ കാഴ്ചകളുമായിട്ട്. ഈ കല്ലൊക്കെ ഈ കിടക്കുന്ന വള്ളങ്ങളിൽ നിറച്ചിട്ട് വേണം ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ ഉള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയൊക്കെ കൊണ്ടുപോകാൻ. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ ചില കാര്യങ്ങളൊന്നും കണ്ടാൽ മനസ്സിലാകത്തില്ല. നോക്കി നമ്മുടെ ഇവിടെ പാലത്തിനടിയിൽ ഇത്
വേറെ മറ്റൊരു ചുണ്ടനാണ്. ഇത് ഏത് ചുണ്ടനാണെന്ന് ആർക്കെങ്കിലും അറിയാം? നല്ല പുതുപുത്തൻ പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഈ ചുണ്ടൻ അറിയാവുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ആ ചുണ്ടൻ്റെ തലപ്പ് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ അമ്പലത്തിൽ അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചുണ്ടൻ്റെ വള്ളപ്പരയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വള്ളപ്പര ഇപ്പം വന്ന് ഇവിടെ ഇറക്കിയിട്ടിരിക്കുവാണ്. ഇനി വലിച്ച് കരയ്ക്കോട്ട് കയറ്റാനായിട്ട് വെയിറ്റ് ചെയ്യുവാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ പ്രദേശത്തോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ചുണ്ടൻ വള്ളങ്ങളും വള്ളപ്പരകളും ഒക്കെ കാണാൻ പറ്റും. ഞാനൊന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ എന്തിനാണെന്ന് അറിയത്തില്ല, നമ്മുടെ സന്തോഷ് സാർ വിസിലെടുത്ത് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ കൂടെ വന്ന ചേട്ടൻ പുറത്തിറങ്ങി നിന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്താണ് പല കാര്യങ്ങളും ചെയ്യേണ്ടത്, ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം എനിക്ക് മനസ്സിലായി വിസിലടിച്ചതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വള്ളം എത്തേണ്ട സ്ഥലത്ത് അകത്ത് വീണ്ടും ശക്തമായ പാട്ടും മേളമൊക്കെ നടക്കുവാണ്. ഇതാണ് നമ്മുടെ ദിവാൻജിയുടെ വള്ളപ്പര. ഈ ചൂണ്ടി കാണിക്കുന്നതാണ്. ഇതിനകത്തോട്ട് കയറ്റാൻ കുറച്ച് ഈസിയാണ്. ഇപ്പോൾ വെള്ളം പൊങ്ങി കിടക്കുന്നതുകൊണ്ട് ഈസിയാണ്. നമ്മുടെ കെട്ടൊക്കെ അഴിച്ചു വിട്ടു. നമ്മുടെ പാട്ട് പാടി അവസാനിപ്പിക്കുവാണ്. നമ്മുടെ ലീഡിംഗ് ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിലായിരുന്നു പാട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇനി നമ്മുടെ വള്ളം അകത്തേക്ക് കയറ്റണം. ഈ വള്ളം അവർ തുഴഞ്ഞ് ആ കയറ്റേണ്ട പരുവത്തിലേക്ക് റെഡിയാക്കി ഇടും. അപ്പോഴത്തേക്ക് നമ്മൾ ബോട്ട് കരയ്ക്ക് അടുപ്പിച്ചിട്ട് നമ്മൾ നടന്ന് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇത് കയറ്റാൻ പറ്റുന്ന പരുവത്തിലായിരിക്കും. ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള തീരുമാനമാകത്തുള്ളൂ. ഇവിടുന്ന് വിട്ടുള്ള ചുണ്ടൻ വള്ളങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കളിക്കാത്ത ഇവിടുന്ന് വിട്ടുള്ള വള്ളങ്ങൾ കളിക്കാത്ത പുളുങ്ങുന്ന, കാവാലം, കല്ലുപ്പറമ്പ്, ബാക്കി എല്ലാം ഇങ്ങോട്ട് വരും. ചമ്പക്കുളം, നടുഭാഗം, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 9 ചൂണ്ടനം കണ്ടുണ്ടല്ലേ? കരുവാറ്റ, ശ്രീവിനായകൻ, ചെറുതന, ആയാവറമ്പ്, പാണ്ടി, ആനാരി, വായ്പാട്, കാരിച്ചാല്, വെള്ളംകുളങ്ങര, ശ്രീഗണേശൻ, ഇതെല്ലാം ഇവിടെ കാർത്തികേയ. അപ്പോൾ നമ്മുടെ വള്ളം പതിയെ തുഴഞ്ഞ് അതിലേക്ക് ആ വള്ളത്തിൽ ഇരുന്ന ആൾക്കാർ കയറ്റുന്നുണ്ട്. ആൾക്കാരുടെ പിടിച്ചു കയറ്റാനുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണെങ്കിൽ ഞാനും വള്ളം പിടിച്ചു കയറ്റാനായിട്ട് സഹായിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എനിക്കറിയത്തില്ല എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. വള്ളം ഇങ്ങനെ കയറുന്നത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ വള്ളം അങ്ങനെ കയറിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ബോട്ട് ഇനിയും കരയ്ക്ക് അടുപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കി നമ്മുടെ ബോട്ട് അടുപ്പിക്കും. നമ്മൾ ഇതിന് മുമ്പ് വന്നപ്പോഴും ഇവിടെ ബോട്ട് അടുപ്പിച്ച ഒരു സ്ഥലമുണ്ട്. അവിടോട്ട് നമ്മുടെ ബോട്ട് പോവാണ്. അപ്പം വെള്ളം ഇങ്ങനെ അധികം കൂടുതലായതുകൊണ്ട് നമുക്കതൊരു ഗുണകരമായി. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടേ നമ്മൾ വലിച്ച് കരയ്ക്കോട്ട് കയറ്റേണ്ടി വന്നേനെ. ഇതിപ്പം നമുക്ക് നല്ല സൗകര്യത്തിൽ കിടക്കുവാണ്. നമ്മൾ അങ്ങനെ ബോട്ട് അടുപ്പിച്ച് നമ്മളെല്ലാവരും അവിടെ ഇറങ്ങി പതിയെ സൂക്ഷിച്ച് എല്ലാ ആൾക്കാരും ചാടി ഇറങ്ങുവാണ്. ബോട്ട് വലിയ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇറങ്ങാൻ എളുപ്പമൊന്നുമല്ല, കുറച്ച് ചാടി കിടക്കണം. എന്നപ്പോൾ ആൾക്കാരെല്ലാവരും റെഡിയായി നമ്മുടെ വള്ളം പിടിച്ച് കയറ്റേണ്ട സ്ഥലത്തോട്ട് പോയി. നമ്മുടെ ഈ കരയോഗത്തിൻ്റെ ആണ് വള്ളം. അപ്പം ഈ NSS കരയോഗത്തിൻ്റെ വള്ളമാണ് നമ്മുടെ വലിയ ദിവാൻജി. എന്നപ്പോൾ അതിൻ്റെ വള്ളപ്പര നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഈ അമ്പലത്തിനോട് ചേർന്നാണ്. നമ്മൾ മുമ്പ് ഇവിടെ വന്നപ്പോൾ കണ്ടിരുന്നു. നമ്മളെന്നപ്പോൾ വള്ളപ്പുരയുടെ സമീപത്തേക്ക് നമ്മൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വള്ളപ്പര. ഈ വള്ളപ്പരയ്ക്കുള്ളിൽ ആരും ചെരുപ്പ് പോലും ഇട്ട് കയറാറില്ല. എല്ലാവരും വളരെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് അതിനകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് വലിയ ദിവാൻജി, ആയാവറമ്പ് വലിയ ദിവാൻജിയുടെ വള്ളപ്പര. ഇങ്ങനെയാണ്. ഇതിന്റെ മുകളിലേക്കാണ് നമ്മുടെ വള്ളം വലിച്ച് കയറ്റി വെക്കുന്നത്. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ കുറെ ആൾക്കാർ വള്ളം പിടിക്കാൻ റെഡിയായിട്ട് നമ്മുടെ കരയോഗത്തിന്റെ വള്ളത്തിന്റെ പ്രസിഡന്റും അതിന്റെ സെക്രട്ടറിയും അവിടുത്തെ കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച അത്ര ആൾക്കാരില്ല. അതുകൊണ്ട് നമ്മളും കൂടെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വള്ളം കരയ്ക്കോട്ട് കയറത്തുള്ളൂ. നോക്കാം. ആദ്യം അവർ പിടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നോക്കാം. വള്ളം പിടുത്തം ബുദ്ധിമുട്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. നമ്മുടെ മൊബൈൽ ചിലപ്പോൾ താഴെ വെക്കേണ്ടി വരും. അല്ലെങ്കിൽ മൊബൈൽ എവിടെയെങ്കിലും, ഞാനിപ്പോൾ മൊബൈൽ ഒരു സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കും കൂടെ ചെന്ന് വള്ളത്തെ പിടിക്കാനായിട്ടുള്ള സൗകര്യം കിട്ടിയിരിക്കുന്നത്. ഞാനവിടെ കണ്ടോ, ഞാൻ ഓടിപ്പോവാണ്. മൊബൈൽ അവിടെ വെച്ചിട്ട് ഓടിപ്പോയി വള്ളം പിടിച്ച് കരയ്ക്ക് കയറ്റാനായിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഏകദേശം 25-നും 30-നും ഇടയ്ക്ക് 27 ആൾക്കാർ മാത്രം പിടിച്ചാണ് ഈ കൂറ്റൻ വള്ളത്തെ കരയ്ക്കോട്ട് കയറ്റുന്നത്. ഒരുപക്ഷെ പോസിബിൾ ആണെന്ന് പോലും നമുക്ക് മനസ്സിന് തോന്നത്തില്ല. അത്രയ്ക്ക് വലിയൊരു വള്ളമാണ്. നിങ്ങൾക്കറിയാം, ഒരു ചുണ്ടൻ വള്ളത്തിൻ്റെ നീളവും അതിൻ്റെ വെയിറ്റും കനവും വലിപ്പവും ഒക്കെ എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇത്ര ആൾക്കാർ മാത്രം കൂടിക്കൊണ്ട്, എനിക്ക് തോന്നുന്നു ഇത്ര ആൾക്കാർ കൂടി ആദ്യമായിട്ടായിരിക്കും ഒരു ചുണ്ടൻ വള്ളം അത് അങ്ങോട്ട് തിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മുടെ ഈ വള്ളത്തിൻ്റെ പ്രസിഡന്റ് ഇങ്ങോട്ട് വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഒറ്റയ്ക്കാണ് ഫ്രണ്ടിൽ പിടിച്ചിരിക്കുന്നത് ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പകുതി ആൾക്കാർ പോലും ഇല്ലാതെ പരിപാടി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സും കൂടെ ഒക്കെ ചെയ്യാനുണ്ട്. വെള്ളം കുറച്ച് സൈഡിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അതിൻ്റെയും കുറച്ച് നമ്മൾ പിടിച്ച് റെഡിയാക്കി വെക്കണം. അപ്പം നമ്മൾ ഇനി ശാരീരിക അധ്വാനം വേണ്ട സമയമാണ്. അതുകൊണ്ട് നമുക്ക് ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണമെന്നില്ല. നമ്മുടെ മൊബൈൽ നമ്മൾ പോക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ വെള്ളം പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തായാലും
ഇത്ര ആൾക്കാരെ കൊണ്ട് ഇത് കയറ്റാൻ പറ്റുമെന്ന് ഒരിക്കലും നമുക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ ഓർത്ത് ഇവിടെ കുറേ ആൾക്കാർ കൂടുതലുണ്ടായിരിക്കുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പെട്ടെന്ന് വന്നതുകൊണ്ട് ഒരു പക്ഷേ അവർ അറിയിച്ചിരുന്ന ആൾക്കാരൊന്നും ആ സമയത്ത് വന്നെത്തിയിരുന്നില്ല. അത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇത്രയും പേര് കൂടി അത് അടിപൊളിയായിട്ട് പിടിച്ച് നമ്മുടെ ഈ വള്ളം പിടിച്ച് കയറ്റിനെ പറ്റി ജീച്ചേട്ടൻ എന്താണ് പറയാനുള്ളത് നമുക്ക്? പറഞ്ഞ വള്ളംകളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു സംഭവമാണ് ഇതുപോലെ ഇത്രയും വലിയ ഒരു വള്ളം, അതായത് ചുണ്ടൻ വള്ളം 20 പേരുടെ സാന്നിധ്യത്തിൽ വലിച്ച് കരക്കയറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മനസ്സിനെ ഓർമ്മയില്ലേ, അതാണ് വള്ളംകളിയുടെ സ്പിരിറ്റ്. ഞാൻ പോയിച്ചിട്ടത് ബിനീഷ് ആള് കുറവായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ വലിച്ചു കയറ്റും, അതാണ് നമ്മുടെ അടിച്ചു കയറി വാ. അതെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞു മനസ്സിലായി. അതാണ് വള്ളംകളി, അതായത് നമ്മുടെ സിരകളിലാണ് വള്ളംകളി ഒഴുകുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെ വള്ളമെല്ലാം പിടിച്ചു കയറ്റി സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ച് നാട്ടുകാരോട് യാത്ര പറയുക. പോയി വരട്ടെ മാന്യമുള്ള കരക്കാരെ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ആയാപറമ്പ് പാണ്ടി ചുണ്ടനുണ്ട്. ആയാപറമ്പ് പാണ്ടി ചുണ്ടനെ ഇതുപോലെ വള്ളക്ലബ്ബുകാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. അപ്പം ഗൈസ്, നിങ്ങൾ വള്ളം കയറ്റുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രയിലെ കുട്ടനാട്ടിലെ കാഴ്ചകളും ഒക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെയാണ് ഒരു വള്ളംകളിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ക്യാമ്പ് പിരിച്ചു വിട്ട് കഴിയുമ്പോൾ വള്ളം കൊണ്ട് തിരിച്ചേൽപ്പിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.